Dear students, welcome to our first video lesson of biology in 10th standard. എല്ലാ വിദ്യാർത്ഥികൾക്കും 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ടീച്ചറോട് ചോദിക്കുമല്ലോ. എന്നാൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ അറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ശ്രമിക്കുന്നവരാണ്, അല്ലേ? ദാറ്റ് മീൻസ് അവർ ബോഡി ഈസ് റെസ്പോണ്ടിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ സറൗണ്ടിങ്സ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിയുന്നത്? ഹൗ വി റെക്കഗ്നൈസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ സറൗണ്ടിങ്സ്? യെസ്, ഇറ്റ് ഈസ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, അല്ലേ? ഐ, നോസ്, ഇയർ, ടങ് ആൻഡ് സ്കിൻ. ഈ ഇന്ദ്രിയങ്ങളിലൂടെ, ഈ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതായത് ആ മാറ്റങ്ങളെ അറിയാൻ നമ്മുടെ ശരീരം ശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസസ് എന്തൊക്കെയാണ്? ഒരാൾ വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. ഒരാൾ നമ്മളെ അടിച്ചാൽ അല്ലെങ്കിൽ നുള്ളിയാൽ നമ്മൾ വേദനയെടുത്ത് ഒച്ച വെക്കും. ഒരു കേക്ക് കിട്ടിയാൽ അത് ആസ്വദിച്ച് നമ്മൾ കഴിക്കും. എന്നാൽ നടന്നു പോകുമ്പോൾ വഴിയിലൊരു പട്ടിയെയോ അല്ലെങ്കിൽ ഒരു പാമ്പിനെയോ കണ്ടാലോ പേടിച്ച് നമ്മൾ നിലവിളിക്കും. ഇതൊക്കെ നമ്മൾ ആ ഒരു സാഹചര്യത്തോട് കാണിക്കുന്ന റെസ്പോൺസസ് ആണ്. ടീച്ചർ കൂടുതൽ പറയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ചിൽഡ്രൻ ആൻഡ് ദ അതർ ഓർഗാനിസംസ് ഹാവ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്. എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണ് കുട്ടികളും മറ്റു ജീവികളും കടന്നു പോകുന്നത്? വാട്ട് ആർ ദ ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് ഗിവൺ ഇൻ ദ പിക്ചർ? എ ചൈൽഡ് ഈസ് ടേസ്റ്റിംഗ് എ മാംഗോ. ഒരു കുട്ടി മാമ്പഴം കഴിക്കുന്നു. എ സ്നെയിൽ വിത്ഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. ഒച്ചിനെ തൊടുമ്പോൾ അതിന്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. എ ചൈൽഡ് ഈസ് വാഷിംഗ് ഹെർ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ. ഒരു കുട്ടി തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നു. പാരറ്റ്സ് ഫ്ലൈസ് അവേ വെൻ ദ ചിൽഡ്രൻ മേക്ക് നോയ്സ്. അതായത് കുട്ടികൾ പാത്രത്തിൽ തട്ടി ഒച്ച ഉണ്ടാക്കുമ്പോൾ തത്തകളൊക്കെ പറന്നു പോകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, ഇവിടെ എന്തൊക്കെ സാഹചര്യങ്ങളോടാണ് ഈ കുട്ടികളും മറ്റു ജീവികളും റെസ്പോണ്ട് ചെയ്തത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് റെസ്പോണ്ട് ഹിയർ? മാമ്പഴം തിന്നുന്ന കുട്ടി എന്തിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതിന്റെ ടേസ്റ്റിനോട്, അല്ലെ, രുചിയോടാണ് പ്രതികരിച്ചത്. അത് മധുരമുള്ള മാമ്പഴമാണെന്ന് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇനി സ്നെയിൽ അഥവാ ഒച്ച് എങ്ങനെയാണ് പ്രതികരിച്ചത്? എന്തിനോടാണ് പ്രതികരിച്ചത്? ടച്ചിനോട്, അല്ലെ? ഒരു കുട്ടി തൊട്ടപ്പോൾ സ്പർശത്തിനോടാണ് ഒച്ച് പ്രതികരിച്ചത്. എങ്ങനെയാ പ്രതികരിച്ചത്? അത് അതിന്റെ ശരീരം ഉള്ളിലേക്ക് വലിച്ചു. തത്തകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ശബ്ദം കേട്ടപ്പോൾ പറന്നുപോയി, അല്ലെ? അപ്പോൾ അവിടെ സൗണ്ട് എന്ന് പറയുന്ന ഫാക്ടറിനോടാണ് തത്തകള് പ്രതികരിച്ചത്. അതുപോലെ മുഖം കഴുകുന്ന ആ കുട്ടി, അല്ലെ, തണുത്ത വെള്ളത്തിനോടാണ് പ്രതികരിച്ചത്. അതായത് കോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഫീലാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതുപോലെ എടുത്തു പറയാവുന്ന പ്രതികരണങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടില്ലേ? ഉദാഹരണത്തിന് റോസാ ചെടിയുടെ മുള്ളിൽ തട്ടി കൈവലിക്കുന്നത്, ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അറിയാതെ കൈവലിക്കുന്നത്, മുള്ളിൽ ചവിട്ടുമ്പോൾ കാലു വലിക്കുന്നത്, തീയിലറിയാതെ തൊടുമ്പോൾ കൈവലിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്ന വിവിധ റെസ്പോൺസസ് ആണ്, അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഘടകങ്ങളെയാണ് ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ്? What are the examples of different stimulus? Taste, touch, sound, light, cold, heat, smell. ഇതൊക്കെ സ്റ്റിമുലസിന് ഉദാഹരണങ്ങളാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന്? എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങളിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടായത്? ഇറ്റ് റിസൾട്ടഡ് ഇൻ വാട്ടറിങ് യുവർ മൗത്ത്. അതായത് നിങ്ങളുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇപ്പോൾ ഊറിയില്ലേ?
ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രതികരണം. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം ഓരോ നിമിഷവും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവയൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങളാണ്. അതായത് all these stimuli are present in our surroundings. ഇനി നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾ മാത്രമാണോ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും വിശക്കാറുണ്ട്, ദാഹിക്കാറുമുണ്ട്, അല്ലെ? വിശക്കുമ്പോൾ നാം എന്താണ് ചെയ്യുക? when we get hunger we take food. വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കും. then what will you do when you feel thirst? yes, you drink water. ദാഹിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു. ഇവിടെ ദാഹം അല്ലെങ്കിൽ വിശപ്പ് ഈ ഉദ്ദീപനങ്ങൾ ചുറ്റുപാടിൽ നിന്നുണ്ടായതാണോ? അല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്. that means hunger and thirst are stimuli formed inside our body. So they are also examples for stimulus. So we can divide stimuli into two types: external stimuli and internal stimuli. അതായത് ഉദ്ദീപനങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും ആന്തരിക ഉദ്ദീപനങ്ങളെന്നും. ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്നാൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ. അതായത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഗന്ധം, സ്പർശം, രുചി, ഇവയൊക്കെ ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹങ്കർ, തേഴ്സ്റ്റ്, ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ ഷുഗർ ലെവൽ എക്സെട്ര. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ നമ്മുടെ ശരീരം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് അവയെ സ്വീകരിക്കുന്നത്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ശരീരത്തിൽ പ്രത്യേക തരം കോശങ്ങളുണ്ട്. There are specialized cells that receive each stimulus. നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഓരോ സെൻസ് ഓർഗനും ഓരോ ഫംഗ്ഷൻ ആണുള്ളത്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസിലൊക്കെ പ്രത്യേക തരം കോശങ്ങളുണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ആൻഡ് ദീസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ ആർ കോൾഡ് റിസപ്റ്റേഴ്സ്. പഞ്ചേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ മറ്റു ശരീരഭാഗങ്ങളിലും ഉള്ള പ്രത്യേക തരം കോശങ്ങളെ ഗ്രാഹികൾ എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന ഈ സവിശേഷമായ കോശങ്ങളെ, അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള സവിശേഷങ്ങളായ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് വിളിക്കുന്നത്. ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത ശേഷം അവ പ്രത്യേക തരം സന്ദേശങ്ങളെ രൂപപ്പെടുത്തുന്നു. They receive stimuli and also generate suitable impulses. അപ്പോൾ റിസപ്റ്റേഴ്സിന്റെ ജോലി എന്താണ്? They receive stimulus and generate some messages, generate suitable messages or impulses. Observe the illustration 1.1. നമ്മുടെ നാവിൽ കാണുന്ന പ്രത്യേക തരം കോശത്തെ എടുത്തു കാണിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സെൻസ് ഓർഗൻ ആണ്. അതിൽ കാണുന്ന സവിശേഷ കോശങ്ങളെ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ബാഹ്യ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളിലും സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ രൂപപ്പെടുന്ന ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ട് ശരീരത്തിനുള്ളിലും പ്രത്യേക തരം റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഈ സന്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇമ്പൾസസിനനുസരിച്ച് നമ്മുടെ ബോഡി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗ്രാഹികളിൽ രൂപപ്പെടുന്ന ഉദ്ദീപനങ്ങൾ എവിടെ എത്തുന്നു? നമ്മുടെ തലച്ചോറിൽ എത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഗ്രാഹികളിൽ തന്നെ ആ സന്ദേശങ്ങൾ നിന്നാൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മുടെ ശരീരത്തെ മൊത്തമായി നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ ആണ്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഇമ്പൾസസ് എത്തുമ്പോഴാണ് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് നെർവസ് സിസ്റ്റം. That means the nervous system controls and coordinates these actions. That means the nervous system controls and coordinates the actions of our body. There are some organ systems functioning in our body.
in order to control each and every function of our internal organs. You have already studied some organ systems in 9th standard. Which are they? Respiratory system, digestive system, circulatory system. Is it? അതുപോലെയുള്ള മറ്റൊരു ഓർഗൻ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ഏതൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ? നോക്കൂ. ഒബ്സർവ് ദ ഫിഗർ 1.1. ബ്രെയിൻ, അതായത് മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയും. അതിനോട് ചേർന്ന് കാണുന്ന ദണ്ട് പോലുള്ള ഒരു ഭാഗം, അതാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. ബ്രെയിനിനോടും സ്പൈനൽ കോഡിനോടും ചേർന്നുകൊണ്ട് കുറെ വരകൾ കാണുന്നുണ്ട് അല്ലെ? ഇവയെ എന്താണ് പറയുന്നത്? കുറെ കണക്ഷൻസ്, നേർത്ത ചരട് പോലെയുള്ള ഭാഗങ്ങൾ. ഇവയാണ് നെർവ്സ് അഥവാ നാഡികൾ എന്ന് വിളിക്കുന്നത്. നാഡികൾ വഴിയാണ് ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും ചേർന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. നെർവ്സ് ആണ് നമ്മുടെ വിവിധ ശരീരഭാഗങ്ങളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിലൂടെയാണ് സെൻസ് ഓർഗൻസിൽ ഫോം ചെയ്യുന്ന ഇമ്പൾസസ് അഥവാ സന്ദേശങ്ങൾ സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും എത്തിച്ചേരുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മനസ്സിലായല്ലോ. Hope you understood the different parts of nervous system. So the nervous system controls and coordinates our body functions. നോക്കൂ, നെർവസ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഡിസോർഡർ ആയി പോവും. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആയ ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ എന്നിവയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസും എല്ലാം തോന്നിയ പോലെ പ്രവർത്തിച്ചേനെ. നെർവസ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവയുടെ പ്രവർത്തനങ്ങളെയെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നത്. So we have already studied that our body is made up of cells. So let us discuss which is the type of cell present in our nervous system. ഏത് തരം കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്? These specialized cells are called neurons or nerve cell. നാഡീകോശം എന്നാണ് ഇവയെ പറയുന്നത്. നാഡീകോശങ്ങൾ ചേർന്നിട്ടാണ് നാഡീവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. So neuron or nerve cell is the basic structural unit of the nervous system. And like all other cells, the neuron has a cell membrane or plasma membrane and the fluid called cytoplasm and nucleus. എല്ലാ കോശങ്ങളെയും പോലെ തന്നെ ഇവയ്ക്ക് എന്തൊക്കെയുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, അതുപോലെ തന്നെ മർമ്മവുമുണ്ട്. എന്നാൽ സാധാരണ കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ആകൃതിക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നീണ്ട കോശങ്ങളാണ് അല്ലെ? ലോങ് സെൽസ് ആണ് ന്യൂറോൺസ്. നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ഓൺ ടു ദ മെയിൻ പാർട്സ് ഓഫ് എ ന്യൂറോൺ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ്. നാഡീകോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Neurons or nerve cells are the structural units of the nervous system. They are specialized cells giving structural basis and perform the basic functions. The important part of the neuron is the cell body. The small projections from the cell body are called dendrons. The branches of dendrons are dendrites. From the dendrites, impulses reach the cell body through the dendrons. The longest extension of the cell body is the axon. The branches of axons are called axonites. The impulses from the cell body reach the axonites through the axons. The extreme tip region of the axonite is called the synaptic knob. From the axonites, impulses reach the synaptic knob. From here, certain chemicals called neurotransmitters are secreted.
The specialized cells that cover the axons are called Schwann cells. The Schwann cells repeatedly encircle the axon. The repeated encircling of Schwann cells form a membrane called myelin around the axon. This membrane is whitish due to the presence of a fatty material called myelin. The myelin sheath gives oxygen and nutrients to axons, prevents axons from external shock, and increases the speed of impulses as well as act as electric insulator. So our brain, spinal cord and nerves are made up of neurons. Neurons are long cells. നീണ്ട കോശങ്ങളാണ് നാഡീകോശങ്ങൾ. ഏതൊക്കെയാണ് ഒരു ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ ന്യൂറോൺ? എ ന്യൂറോൺ കൺസിസ്റ്റ് ഓഫ് എ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെംബ്രെയിൻ ലൈക്ക് ദാറ്റ് ഓഫ് എനി സെൽ. ബട്ട് ഇറ്റ് ഈസ് എ ലോങ് സെൽ. അതായത് ഒരു ന്യൂറോണിന് മറ്റേത് കോശത്തെയും പോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മർമ്മം ഉണ്ടാവും. അതിനെ ചുറ്റി സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം കാണപ്പെടുന്നു. പിന്നെയോ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിനും ഉണ്ട്. ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സോ ഹൗ ഇറ്റ്സ് സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് ഫംഗ്ഷൻ? ലെറ്റ് us ഡിസ്കസ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ അഥവാ ഇമ്പൾസസിനെ കൊണ്ടുപോകാനായി ഇതിന്റെ ഘടന എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഒരു ന്യൂറോണിന്റെ അല്ലെങ്കിൽ ഒരു നാഡീകോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ദ മെയിൻ പാർട്ട് ഓഫ് എ ന്യൂറോൺ ഈസ് സെൽ ബോഡി, അതായത് കോശ ശരീരം. ഒരു കോശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയസ് അടങ്ങിയ ഭാഗമാണ്. സോ സെൽ ബോഡി ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ വേർ ന്യൂക്ലിയസ് ഈസ് പ്രസന്റ്. ന്യൂറോണിന്റെ മർമ്മം അഥവാ ന്യൂക്ലിയസ് അടങ്ങിയ ഭാഗത്തിനെയാണ് കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയുന്നത്. So there are so many projections from the cell body, short ones and long ones. And the short projections അല്ലെങ്കിൽ short filaments from the cell body is called dendron. And the branches of this dendron is called dendrites. There is a long projection or a long filament projecting out from the cell body which is called as axon. And the axon divides into branches which is called as axonites. That means the branches of axon is called axonites. The tip of the axonite possess a swelling called synaptic knob. അതായത് ഒരു നാഡീകോശത്തിന്റെ മർമ്മം അടങ്ങിയ ഭാഗമാണ് അതിന്റെ കോശശരീരം എന്ന് പറയുന്നത്. കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോണുകൾ. ഈ ഡെൻഡ്രോണുകളുടെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോശശരീരത്തിൽ നിന്നുമുള്ള നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് വിളിക്കുന്നത്. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ആക്സോണൈറ്റിന്റെ അറ്റത്ത് മുഴ പോലെ കാണുന്ന ഭാഗങ്ങളെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ഇനി ആക്സോണിനെ ചുറ്റി കാണുന്ന പ്രത്യേക തരം കോശങ്ങളുണ്ട്. There are specialized cells which is made up of a lipid called myelin. These cells are called Schwann cells. Schwann cells repeatedly encircle the axon to form a membranous covering of axon which is called myelin sheath. അതായത് കൊഴുപ്പടങ്ങിയ ഈ ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഈ വലയത്തെ ആക്സോണിന് ചുറ്റും കാണുന്ന ഷ്വാൻ കോശങ്ങൾ കൊണ്ടുള്ള ഈ വലയത്തിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരു ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ അഥവാ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റ്? Dendrites are the branches of dendron. It receive impulses from the adjacent neuron. അതായത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസസിനെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റുകൾ. ഇനി നേരത്തെ നമ്മൾ ഗ്രാഹികളെ പറ്റി അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഈ റിസപ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്ന ഭാഗമാണ്. അതായത് the impulses are formed within the receptors. Receptors are nothing but the modified neurons. അതായത്
ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ രൂപാന്തരം പ്രാപിച്ചുണ്ടായ പ്രത്യേകതരം കോശങ്ങൾ തന്നെയാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഡെൻഡ്രൈറ്റുകളിലാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കാണുന്ന ഗ്രാഹികളിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയ റിസപ്റ്റേഴ്സിൽ എന്ത് ഫോം ചെയ്യുന്നു? ഇമ്പൾസസ് അഥവാ സന്ദേശങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ മറ്റു ന്യൂറോണുകളിൽ ഈ രൂപപ്പെട്ട സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗങ്ങൾ കൂടിയാണ് ഡെൻഡ്രൈറ്റുകൾ. ഇനി ഡെൻഡ്രോൺ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡെൻഡ്രോൺ? ഇറ്റ് പാസസ് ദ ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. അതായത് ഡെൻഡ്രൈറ്റിൽ സ്വീകരിച്ച ഇമ്പൾസസിനെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ എവിടേക്ക് എത്തിക്കുന്നു? കോശ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. സോ വാട്ട് വിൽ ബി ദ ഫങ്ഷൻ ഓഫ് ആക്സോൺ? ഇറ്റ് ക്യാരി ഇമ്പൾസസ് ഔട്ട് ഓഫ് ദ സെൽ ബോഡി. അതായത് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. പിന്നീട് എങ്ങോട്ടായിരിക്കും ഇമ്പൾസസ് എത്തിച്ചേരുക? ടു ദ ആക്സോണൈറ്റ് അല്ലെ. അപ്പോൾ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ ശാഖകളാണ് അല്ലെ, ബ്രാഞ്ചസ് ഓഫ് ആക്സോൺസ് ആണ്. ഈ ആക്സോണൈറ്റ് ഇമ്പൾസസിനെ എവിടേക്ക് എത്തിക്കുന്നു? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ഇറ്റ് പാസസ് ഇമ്പൾസസ് ഫ്രം ആക്സോൺ ടു സിനാപ്റ്റിക് നോബ്. So what will be the function of synaptic knob? Synaptic knob has a special function, that is it secretes some neurotransmitters. അതായത് നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു. നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനാപ്റ്റിക് നോബിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രാധാന്യം നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് മൈലിൻ ഷീത്ത് ആണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് പറയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് തരത്തിലുള്ള ന്യൂറോണുകളെ പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞു ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ആക്സോണിന് ചുറ്റും എന്തുണ്ട്? ശ്വാൻ കോശങ്ങൾ കൊണ്ടുള്ള ഒരു വലയമുണ്ട് അല്ലെങ്കിൽ ഒരു കവറിംഗ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത് അല്ലെ. നമ്മുടെ നെർവ്സിൽ അല്ലെങ്കിൽ നാഡികളിൽ കാണപ്പെടുന്ന ന്യൂറോണുകളിൽ ശ്വാൻ സെൽസ് ആണ് ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്ത് ആയി ഫോം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതായത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന ന്യൂറോണുകളിൽ മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് മറ്റൊരു കോശങ്ങൾ കൊണ്ടാണ്. അതായത് ശ്വാൻ സെൽസിന് പകരം അവിടെ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടാൻ സഹായിക്കുന്നത്. ദാറ്റ് മീൻസ് the neurons within the nerves consist of Schwann cells to form myelin sheath. But in brain and spinal cord, the myelin sheath is formed by specialized cells called oligodendrocytes. And the Schwann cells repeatedly encircle the axon. Like that, oligodendrocytes also repeatedly encircle the axon. അതായത് രണ്ട് കോശങ്ങളും ശ്വാൻ സെല്ല് ആയാലും ഒലിഗോഡെൻഡ്രോസൈറ്റ് ആയാലും ആക്സോണിന് ചുറ്റും ആവർത്തിച്ച് വലയം ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്വാൻ സെൽസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോണിന്റെ ഒരു ആക്സോണിന് ചുറ്റുമാണ് വലയം ചെയ്യുന്നതെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ ഒന്നിൽ കൂടുതൽ ന്യൂറോണുകളുടെ ആക്സോണിന് ചുറ്റും റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഒന്നിൽ കൂടുതൽ ന്യൂറോണുകളുടെ ആക്സോണിന് ചുറ്റും ഒരേ ഒലിഗോഡെൻഡ്രോസൈറ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി എല്ലാ നാഡീകോശങ്ങൾക്കും മൈലിൻ ഷീത്ത് ഉണ്ടോ? ഇല്ല. സം ന്യൂറോൺസ് ആർ വിത്തൗട്ട് മൈലിൻ ഷീത്ത്. സോ ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ് based on the presence of myelin sheath. They are myelinated neurons and non-myelinated neurons. In brain and spinal cord, some parts are made up of myelinated neurons, other parts are made up of non-myelinated neurons. What is the difference between these neurons? അതായത് എല്ലാ ന്യൂറോണുകൾക്കും അല്ലെങ്കിൽ നാഡീകോശങ്ങൾക്കും എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോണുകളെ മൈലിനേറ്റഡ് ന്യൂറോണുകൾ എന്നും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളെ അല്ലെങ്കിൽ നാഡീകോശത്തെ നോൺ മൈലിനേറ്റഡ് ന്യൂറോണുകൾ എന്നും വിളിക്കുന്നു. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിനേറ്റഡ് ന്യൂറോണുകൾ കാണുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് ന്യൂറോണുകൾ കാണുന്ന ഭാഗത്തെ
ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ബിക്കോസ് മൈലിൻ ഇസ് എ ലിപ്പിഡ് വിച്ച് ഹാവ് എ ഷൈനി വൈറ്റ് കളർ. അതായത് മൈലിൻ എന്ന് പറയുന്ന കൊഴുപ്പിന് തിളങ്ങുന്ന വെള്ള കളറാണുള്ളത്. അപ്പോൾ മൈലിൻ ഷീത്തിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? വൈറ്റ് കളർ ഉണ്ടാവും അല്ലെ. അപ്പൊ മൈലിനേറ്റഡ് ന്യൂറോൺസിന് അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണിന് വൈറ്റ് കളറും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണിന് ചാര കളറുമായിരിക്കും അല്ലെങ്കിൽ ഗ്രേ കളറുമായിരിക്കും. അതുകൊണ്ട് തന്നെ മൈലിനേറ്റഡ് ന്യൂറോണുകൾ കാണുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് ന്യൂറോണുകൾ കാണുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. The part of brain and spinal cord which consist of myelinated neurons are called white matter, and the part of brain and spinal cord where non-myelinated neurons are present are called gray matter. So എന്താണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്നും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ എന്താണെന്നും മൈലിനേറ്റഡ് ന്യൂറോൺ എന്താണെന്നും പറഞ്ഞു. ഷ്വാൻ സെൽസിൻ്റെയും ഒലിഗോഡെൻഡ്രോസൈറ്റിൻ്റെയും വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൈലിൻ ഷീത്ത് ന്യൂറോണിനെ സഹായിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് മൈലിൻ ഷീത്ത് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ആക്സോൺ. അതായത് ആക്സോണിന് വേണ്ട പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇറ്റ് ആക്സലറേറ്റ്സ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്. ന്യൂറോണുകളിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമ്പൾസസ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? ഈ മൈലിൻ ഷീത്ത് സഹായിക്കുന്നു. തേർഡ് വൺ ഈസ് ഇറ്റ് ആക്ട് ആസ് എ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. അതായത് വൈദ്യുത ഇൻസുലേറ്റർ ആയി വർത്തിക്കുന്നു. ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ആക്സോൺ, ഇറ്റ് ആക്സലറേറ്റ്സ് ഇമ്പൾസസ് ത്രൂ ദ ന്യൂറോൺ, ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. സോ ദാറ്റ് ഈസ് അബൌട്ട് മൈലിൻ ഷീത്ത്. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. So let us wind up the class. Thank you.